everyone, welcome back to another session of Current Affairs and GK class by Grad Mentor. Okay, so നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ജാനുവരി ഫസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സും അതുപോലെ തന്നെ GK പോർഷനും ആണ്. Okay, so നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. So the first topic is राम मंदिर राष्ट्र मंदिर एक सजीव विरासत. Okay, so राम मंदिर राष्ट्र मंदिर एक सजीव विरासत. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതെന്താണ്, ഒരു ബുക്കാണ്. ഓക്കെ, സോ ആ ബുക്ക് ലോഞ്ച് ചെയ്തത് ബൈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഈ ഒരു ബുക്ക് ലോഞ്ച് ചെയ്തത്. സോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ഗവർണർ ആണ് എന്നുള്ളത് അല്ലെ. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആൻഡ് ഈ ഒരു ബുക്ക്, അതായത് റാം മന്ദിർ രാഷ്ട്ര മന്ദിർ ഏക് സജീവ് വിരാസത്ത് എന്ന് പറയുന്ന ബുക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? എ കോമൺ ഹെറിറ്റേജ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Please note this point, a common heritage. Okay, and ഈ ഒരു ബുക്ക് എഴുതിയത്, ഓക്കെ, ഇതൊരു ജോയിന്റ് ആയിട്ട് രണ്ട് പേര് ചേർന്ന് എഴുതിയതാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. സോ ദിസ് വാസ് ജോയിന്റ്ലി റിട്ടൺ ബൈ ഗീത സിംഗ് ആൻഡ് ആരിഫ് ഖാൻ ഭർത്തി. ഓക്കെ, സോ ഗീത സിംഗും അതുപോലെ ആരിഫ് ഖാൻ ഭർത്തി എന്നും പറയുന്ന രണ്ടാൾക്കാരാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. ആൻഡ് ഈ ഒരു ബുക്കിന്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏഷ്യൻ കോണ്ടിനെന്റിൽ ലോർഡ് രാമന്റെ മേജർ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരുന്നു, അതാണ് ഈ മെയിൻ ബുക്കിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു നാല് ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. സോ ഈ ഒരു രാം മന്ദിർ രാഷ്ട്ര മന്ദിർ ഏക് സജീവ് വിരാസത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. സോ ഈ ബുക്കിന്റെ പേര് എന്താണെന്ന് എല്ലാവരും ഓർത്ത് വെക്കുക. അതുപോലെ ദിസ് വാസ് ലോഞ്ച്ഡ് ബൈ ഹും, ആരാണ് ഈ ഒരു ബുക്ക് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ്? ബൈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ബുക്ക്, അതായത് റാം മന്ദിർ രാഷ്ട്ര മന്ദിർ ഏക് സജീവ് വിരാസത്ത് എന്ന് പറയുന്ന ബുക്കിന്റെ മീനിങ് എന്താണ്? എ കോമൺ ഹെറിറ്റേജ്. ഓക്കെ, എന്താണ് എ കോമൺ ഹെറിറ്റേജ്? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആരൊക്കെ ചേർന്നാണ് ഈ ഒരു ബുക്ക് എഴുതിയത്? രണ്ട് പേര് ചേർന്നാണ് ഈ ബുക്ക് എഴുതിയത്. ഫസ്റ്റ് വൺ ഈസ് ഗീത സിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആരിഫ് ഖാൻ ഭർത്തി. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബുക്കിന്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റ്സിൽ ലോർഡ് രാമന്റെ മേജർ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയായിരുന്നു. ഓക്കെ, സോ അത്രയും മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി, കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ചോദിക്കില്ല CUT-ക്ക്. അപ്പോൾ ഇത്രയും ഒരു കുറച്ച് പോയിന്റ്സ് മാത്രം ഒന്ന് ലെക്ചർ ചെയ്ത് പോവാം. ഓക്കെ, ലെക്ചർ നോട്ടിൽ ഒന്ന് എഴുതി പോവാ. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ഈ ബുക്കിന്റെ പേര്. ഓക്കെ, റാം മന്ദിർ രാഷ്ട്ര മന്ദിർ ഏക് സജീവ് വിരാസത്ത് എന്ന് പറയുന്നതാണ് ബുക്കിന്റെ പേര്. ആ ബുക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് കോമൺ ഹെറിറ്റേജ് ആണ്. ആൻഡ് ഈ ബുക്ക് ലോഞ്ച് ചെയ്തത് ആരാണ്? ബൈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ആൻഡ് ഈ ബുക്ക് എഴുതിയത് ആരൊക്കെ ചേർന്നാണ്? ഗീത സിംഗ് ആൻഡ് ആരിഫ് ഖാൻ ഭർത്തിയാണ്. ആൻഡ് ഇതിന്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏഷ്യൻ കോണ്ടിനെന്റ്സിൽ ലോർഡ് രാമന്റെ മേജർ ഇൻഫ്ലുവൻസസ് ആണ് ഈ ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇത്രയുമാണ് ഫസ്റ്റ് ഏരിയയിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ടോപ്പിക് ഈസ് ഗുജറാത്ത് എമേർജസ് ആസ് പെട്രോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ പെട്രോൾ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഗുജറാത്ത് റീസെന്റ് ആയിട്ട് പെട്രോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, ദ റീസൺ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ്. Okay, Jamnagar Refinery and ONGC Petrol Additions Limited state-of-the-art petrochemical complex at Dahej in Bharuch district. ഓക്കെ, സോ ഈ രണ്ടിന്റെയും പ്രസൻസ്, അതായത് ഈ രണ്ട് റിഫൈനറീസിന്റെ പ്രസൻസ് കാരണമാണ് റീസെന്റ് ആയിട്ട് ഗുജറാത്തിനെ നമ്മൾ പെട്രോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ കാരണം. ഓക്കെ, ആരുടെയൊക്കെ പ്രസൻസ് കാരണമാണ്? ഫസ്റ്റ് വൺ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ്സ് ജാംനഗർ റിഫൈനറി ആൻഡ് ONGC പെട്രോ അഡീഷൻസ് ലിമിറ്റഡ്, അല്ലെങ്കിൽ ഒപാൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ജാംനഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് റീസെന്റ് ആയിട്ട് എന്തായിരുന്നു അവിടെ നടന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ അംബാനിയുടെ മകനായ അനന്ത് അംബാനിയുടെ പ്രീ വെഡിങ് സെലിബ്രേഷൻസ് ആയിരുന്നു അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലേസ് മറക്കില്ല, റൈറ്റ്? സോ ജാംനഗർ റിഫൈനറി ഈസ് ദി ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് സിംഗിൾ സൈറ്റ് റിഫൈനറി ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് സിംഗിൾ സൈറ്റ് റിഫൈനറി എന്ന് പറയുന്നത് ജാംനഗറിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Jamnagar refinery is the largest and most complex single site refinery in the world. And the next is OPaL is one of the South Asia's single largest petrochemical complexes. Okay, OPaL എന്ന് പറയുന്നത് South Asiaയിലെ single largest petrochemical complex ആണ് OPaL എന്ന് പറയുന്നത്. Okay, so that is ONGC Petro Addition Limited. അതിനെയാണ് നമ്മൾ OPaL എന്ന് വിളിക്കുന്നത്. Okay, so ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത്. Okay, so ഇത് രണ്ടും ഹൈലൈറ്റ് ചെയ്ത് വെക്കുക.
ജാംനഗർ എന്ന് പറയുമ്പോൾ എന്താണ്? ജാംനഗർ റിഫൈനറി ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ്, ഓക്കെ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയത്, ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് സിംഗിൾ സൈറ്റ് റിഫൈനറി ഇൻ ദ വേൾഡിലെ തന്നെ. ഓക്കെ, ആൻഡ് ഒപ്പാൽ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ആണ്. ഫൈൻ. സോ റീസെന്റ് ആയിട്ടാണ് ഗുജറാത്തിനെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? പെട്രോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഗുജറാത്ത് recently emerges as the petro capital of India. So അത് കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാം, GK ഏരിയയിലും ചോദിക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെസേർട്ട് സൈക്ലോൺ 2024. സോ ഇത് റീസെന്റ് ആയിട്ട് നമ്മുടെ ന്യൂസിനകത്തൊക്കെ കണ്ടുവരുന്ന ഒരു ന്യൂസ് ആണ് അല്ലെ. ഡെസേർട്ട് സൈക്ലോൺ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡെസേർട്ട് സൈക്ലോൺ? ഇന്ത്യയും യു എയും തമ്മിൽ, ഓക്കെ, ഇന്ത്യയും യു എയും തമ്മിൽ നടന്ന ദി വെരി ഫസ്റ്റ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ്, അതിനെയാണ് നമ്മൾ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെ നേഷൻസ് തമ്മിലായിരുന്നു? ഇന്ത്യ ആൻഡ് യു എ ഇ, മറക്കാതെ ഇരിക്കുക. ഓക്കെ, ഇന്ത്യയും യു എയും തമ്മിൽ നടന്ന ദി വെരി ഫസ്റ്റ് ജോയിന്റ് മിലിറ്ററി എക്സസൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെസേർട്ട് സൈക്ലോൺ. ആൻഡ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അതുപോലെ തന്നെ പേരുള്ളതാണ് ഡെസേർട്ട് ഈഗിൾ. സോ ഇത് രണ്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഡെസേർട്ട് സൈക്ലോൺ ആൻഡ് ഡെസേർട്ട് ഈഗിൾ ആർ ടു ഡിഫറെന്റ് things. Okay, so desert cyclone എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യ യു എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അതേസമയം ഡെസേർട്ട് ഈഗിൾ എന്താണ്? ദ ഫസ്റ്റ് എവർ ഇന്ത്യ യു എ ജോയിന്റ് എയർഫോഴ്സ് എക്സസൈസ്. മാറിപ്പോരുത്, മിലിറ്ററി എക്സസൈസ് ആയിരുന്നു ഡെസേർട്ട് സൈക്ലോൺ, ആൻഡ് ഇന്ത്യ യു എ ജോയിന്റ് എയർഫോഴ്സ് എക്സസൈസ് ആണ് ഡെസേർട്ട് ഈഗിൾ. ഓക്കെ, സോ ഡെസേർട്ട് സൈക്ലോൺ നടന്നത് റീസെന്റ് ആയിട്ടാണ്. സോ ഡെസേർട്ട് സൈക്ലോൺ നടന്നത് എവിടെയാണ്? മഹജനിലാണ്. ഓക്കെ, രാജസ്ഥാനിലുള്ള മഹജൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡെസേർട്ട് സൈക്ലോൺ നടന്നത് ഓൺ 2nd January 2024. സോ ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, 2nd January 2024 ഡെസേർട്ട് സൈക്ലോൺ നടന്നത്. ഓക്കെ, ഡെസേർട്ട് സൈക്ലോൺ എന്താണ്? ദി വെരി ഫസ്റ്റ് ഇന്ത്യ യു എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. മിലിറ്ററി എക്സസൈസ് ആണ് ഫസ്റ്റ് ആദ്യമായിട്ട് നടന്ന ഇന്ത്യ യു എയും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് സൈക്ലോൺ. അതേസമയം ഡെസേർട്ട് ഈഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഫസ്റ്റ് എവർ ഇന്ത്യ യു എ ജോയിന്റ് എന്താണ്? എയർഫോഴ്സ് എക്സസൈസ് ആണ്, മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് സൈക്ലോൺ. ആൻഡ് ഡെസേർട്ട് ഈഗിൾ എന്ന് പറയുന്നത് ജോയിന്റ് എന്താണ്? ഇന്ത്യ യു എ തമ്മിലുള്ള എയർഫോഴ്സ് എക്സസൈസ് ആണ്. ഓക്കെ, സോ ഇത് മാറിപ്പോവാതിരിക്കുക. ആൻഡ് ഡെസേർട്ട് ഈഗിൾ നടന്നത് എന്നാണ്? September 2008 കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്. സോ ഇതൊരു GK ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എവിടെയാണ് അത് നടന്നത്? അൽ ദർഫ ബേസ് ഇൻ അബുദാബി UAE. ഓക്കെ, അബുദാബിയിലാണ് ഡെസേർട്ട് ഈഗിൾ നടന്നത്. അതേസമയം ഡെസേർട്ട് സൈക്ലോൺ നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് നടന്നത്? രാജസ്ഥാനിലാണ്, മഹജൻ എന്ന് പറയുന്ന പ്ലേസിലാണ്. ഓക്കെ, സോ അത് രാജസ്ഥാനിലാണ് ഡെസേർട്ട് സൈക്ലോൺ നടന്നത്. അതേസമയം ഡെസേർട്ട് ഈഗിൾ നടന്നത് അബുദാബിയിലാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഗോളും ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്തിരിക്കുക. സോ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നോക്കണ്ട, ഇത്രയും പോയിന്റ്സ് മാത്രം ഈ ഒരു ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ. ഓക്കെ, ട്രൈക്കോഡെർമ. സോ ഇത് റീസെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ബയോ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയാം. ഓക്കെ, സോ അതിനെയാണ് ട്രൈക്കോഡെർമ എന്ന് പറയുന്നത്. സോ ആ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ട്രൈക്കോഡെർമ ഈസ് എ ബയോ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ബയോ പെസ്റ്റിസൈഡ് ഓൾസോ. ഓക്കെ, ആൻഡ് ഇതൊരു എന്താണ്, ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഗ്രാനുലർ ഫോമിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ന്യൂ ഗ്രാനുലർ ലൈം ബേസ്ഡ് ഫെർട്ടിലൈസർ. എന്താണ് അതിനകത്ത് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്? മെയിൻലി ലൈം ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ന്യൂ ഗ്രാനുലർ ലൈം ബേസ്ഡ് ഫെർട്ടിലൈസർ. സോ ഇതിനെ നമുക്ക് ബയോ പെസ്റ്റിസൈഡ് ആയിട്ടും അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസർ ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇറ്റ്സ് ട്രൈക്കോഡെർമ. ഓക്കെ, മറക്കാതിരിക്കുക. സോ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്, അതായത് ട്രൈക്കോഡെർമയുടെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന വേരിയസ് ഡിസീസസ് സച്ച് ആസ് പാനിക്കൽ ഡിസീസസ്, അതുപോലെ തന്നെ സോയിൽ ബോൺ ഡിസീസസ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ബയോ ഫെർട്ടിലൈസർ ആസ് വെൽ ആസ് ബയോ pesticide. Okay, ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. So it is the main use is what? To control or to prevent the soil borne diseases as well as some leaf and panicle diseases of various plants. Okay, so plants ൽ ഉണ്ടാവുന്ന various diseases അതുപോലെ soil borne diseases ഇതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുമായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ബയോ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസറിനെ നമുക്ക് യൂസ് ചെയ്യാം. And what is its name? Its name is Trichoderma. ഓർത്തിരിക്കാം. ഇനി നമുക്ക് അതിന്റെ കുറച്ച് യൂസസ് നോക്കാം. ട്രൈക്കോഡെർമ ഓൾസോ പ്രൊമോട്ട്സ് പ്ലാന്റ് ഗ്രോത്ത്. ഓക്കെ, സോ പ്ലാന്റ് ഗ്രോ ചെയ്യാനായിട്ട്
ഈ ഒരു ട്രൈക്കോഡർമ ഫെർട്ടിലൈസർ, ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എന്താണ് ബയോ പെസ്റ്റിസൈഡ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇംപ്രൂവ്സ് ദ ന്യൂട്രിയൻറ്റ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ന്യൂട്രിയൻറ്റ് യൂട്ടിലൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് എൻഹാൻസസ് ദി പ്ലാന്റ് റെസിസ്റ്റൻസ്, ഇംപ്രൂവ്സ് ദി അഗ്രോ കെമിക്കൽ പൊല്യൂഷൻ എൻവയോൺമെന്റിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഗ്രോ കെമിക്കൽ പൊല്യൂഷനെയും ഇത് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ട്രൈക്കോഡർമയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, so trichoderma എന്തായിരുന്നു? It can also be used as biofertilizer as well as what? Biopesticide ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? ലൈം ബേസ്ഡ് ആണ്. ഓക്കെ, ലൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബയോപെസ്റ്റിസൈഡ് ആണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് വിശ്വകർമ്മ യോജന. ഓക്കെ, പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന സ്കീം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത് മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എവിടെയാണ്? ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, സോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ എവിടെയാണ് വിശ്വകർമ്മ യോജന അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത്? ഓക്കെ, സോ ഇത് ആദ്യമായിട്ട് എവിടെയാണ്? ദ ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ടു ഇംപ്ലിമെന്റ് ദ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. And it was launched by the central government in September 2023. Last year സെപ്റ്റംബറിലാണ് ഈ ഒരു സ്കീം, അതായത് പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന സ്കീം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് സെപ്റ്റംബർ 2023 ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഇതിന്റെ മെയിൻ മോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? ടു സ്ട്രെങ്തൻ ആൻഡ് നർച്ചർ ദ ഗുരു ശിഷ്യ പരമ്പര ഓർ ഫാമിലി ബേസ്ഡ് പ്രാക്ടീസ് ഓഫ് ട്രഡീഷണൽ സ്കിൽസ് by artisans and crafts people working with their hands and tools. നമ്മൾ കേട്ടിട്ടില്ലേ ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ? ഓക്കെ, അപ്പൊ അതിൻ്റെയൊക്കെ പ്രോഡക്ട്സിനെ എൻഹാൻസ് ചെയ്യാനാണ് ഈ ഒരു വിശ്വകർമ്മ യോജന സ്കീം മെയിൻ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, സോ അത് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഓൺ സെപ്റ്റംബർ 2023 ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ഗോൾ അല്ലെങ്കിൽ മെയിൻ അജണ്ട എന്ന് പറഞ്ഞത് എന്താണ്? ടു സ്ട്രെങ്തൻ ആൻഡ് നർച്ചർ ദ ഗുരു ശിഷ്യ പരമ്പര. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന എന്ന് ചോദിക്കാം. ഓപ്ഷൻസിൽ എന്തൊക്കെ കാണും? ഗുരു ശിഷ്യ പരമ്പര കാണും അല്ലെ? സോ ദാറ്റ് ഷുഡ് ബി ദി കറക്റ്റ് ആൻസർ. ഗുരു ശിഷ്യ പരമ്പര, അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത്. സോ ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് പൃഥ്വി സ്കീം അല്ലെങ്കിൽ പൃഥ്വി വിഗ്യാൻ സ്കീം. ഓക്കെ, സോ ഇത് മെയിൻ ആയിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ദിസ് വാസ് ഇനിഷ്യേറ്റഡ്. ഓക്കെ, ദിസ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. എന്തിനാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്? ടു എൻഹാൻസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് വൈറ്റൽ സയൻസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ വെതർ ചേഞ്ചസ് അതുപോലെ ക്ലൈമറ്റിക് ചേഞ്ചസ് എല്ലാം നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല അല്ലെ? ഒന്നും നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊക്കെയാണ് മഴ പെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് വെയിൽ വരുന്നത് എന്ന് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല. സോ നമ്മുടെ ഈ ഒരു വെതർ ചേഞ്ചസും അതുപോലെ ഈ ഒരു ക്ലൈമറ്റിക് ചേഞ്ചസും വെതർ സിസ്റ്റവും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെയും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്. ഓക്കെ, സോ ടു എൻഹാൻസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് വൈറ്റൽ സയൻസ്. ഫൈൻ. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു സ്കീം, അതായത് പൃഥ്വി വിഗ്യാൻ സ്കീം അല്ലെങ്കിൽ പൃഥ്വി സ്കീമിനെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് കൊണ്ടുവന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചന്ദൂബി ഫെസ്റ്റിവൽ. നമുക്കറിയാം ആസാമിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ചന്ദൂബി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചന്ദൂബി ലേക്കിന് അടുത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ആസാമിലുള്ള കംറൂപ്പ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, സോ വൈബ്രന്റ് ഈവന്റ് ഹെൽഡ് ഇൻ ചന്ദൂബി ലേക്ക് ഇൻ ആസാംസ് കംറൂപ്പ് ഡിസ്ട്രിക്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഈ ഒരു ഫെസ്റ്റിവലിൽ അവിടുത്തെ ആസാമീസിൻ്റെ അവരുടെ ഫോക്ക് ഡാൻസസ് അതുപോലെ മ്യൂസിക് പെർഫോമൻസസ് എക്സിബിഷൻസ് ഇതെല്ലാം ഈ ഒരു ഫെസ്റ്റിവലിൽ നടക്കും. ഓക്കെ, സോ ഇത് ജാനുവരി ആ ഒരു മന്തിലാണ് യൂഷ്വലി നടക്കുന്നത്. ആൻഡ് ഫോർ ദി പാസ്റ്റ് 14 years, കഴിഞ്ഞ 14 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ ആസാമിൽ മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വൈബ്രന്റ് ഈവന്റ് ഹെൽഡ് നിയർ ചന്ദൂബി ലേക്ക് in Assam's Kamrup district. Okay, so ഇത് ഓർത്തിരിക്കുക, ഏത് ഡിസ്ട്രിക്റ്റിലാണ് ചന്ദൂബി ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. So the answer is what? Kamrup district. And it was celebrated for the past 14 years and the festival showcases Assamese cultural with activities such as folk music performances, traditional dance shows and local handicraft exhibitions and their cuisine stalls. So നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്
ഈ ഒരു ഫെസ്റ്റിവലിൽ അവരുടെ മ്യൂസിക് പെർഫോമൻസസ്, അവരുടെ ഫോക്ക് ഡാൻസസ്, അവരുടെ ഫുഡ് സ്റ്റോൾസ്, അവരുടെ എക്സിബിഷൻസ്, ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻസ്, ഇതെല്ലാം ഈ ഒരു ഫെസ്റ്റിവലിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചന്ദൂബി ഫെസ്റ്റിവലിൽ മെയിനായിട്ട് നടക്കുന്നത് അവരുടെ ഒരു 4 ട്രൈബ്സ് ഉണ്ട്. റാബാസ്, ഗാറോസ്, ഘോർഗാസ് ആൻഡ് ടി ട്രൈബ്സ് എന്ന് പറയും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റാബാസ്, ഗാറോസ്, ഘോർഗാസ് ആൻഡ് ടി ട്രൈബ്സ്. സോ ഈ 4 ട്രൈബ്സിന്റെ ലൈവ്ലിഹുഡ്സിന് അവരുടെ ലൈവ്ലിഹുഡ്സിനെ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസസ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ ചന്ദൂബി ഫെസ്റ്റിവൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദി ഫെസ്റ്റിവൽ ഹാസ് ബീൻ പ്രൊവൈഡിങ് an opportunity to generate their livelihood for different tribes such as Rabas, Garus, Khorgas and T tribes. Okay, so ഈ 4 tribes ആസാമിലുള്ള 4 tribes ആണ് റാബാസ്, ഗാറോസ്, ഖോർഗാസ് ആൻഡ് ടി ട്രൈബ്സ് എന്ന് പറയും. സോ ഇവരുടെയൊക്കെ ഒരു ലൈവ്ലിഹുഡ് ഒരു എന്താണ് അതൊക്കെ ഒന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ചന്ദൂബി ഫെസ്റ്റിവൽ. സോ അവരെല്ലാവരും ആ ഒരു ഇയറിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും, ഇല്ലെങ്കിൽ അവരുടെ പെർഫോമൻസസ്, ഇല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ അവർക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണ് ചന്ദൂബി ഫെസ്റ്റിവൽ. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഇയർ ഫുള്ള് കാത്തിരിക്കുന്നത്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ജാനുവരി മാസത്തിലാണ് യൂഷ്വലി നടക്കുന്നത്. സോ ദിസ് ഫെസ്റ്റിവൽ ഹാസ് ബീൻ പ്രൊവൈഡിങ് an opportunity to generate livelihood for different tribes such as റാബാസ്, ഗാറോസ്, ഘോർഗാസ് ആൻഡ് ടി ട്രൈബ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഒരു ചന്ദൂബി ലേക്കിന് അടുത്താണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഒരു ചന്ദൂബി ലേക്ക് എങ്ങനെയാണ് അവിടെ ജനറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഫോം ചെയ്തത്? ഇൻ 1897, ഓക്കെ, 1897 ഒരു മാസീവ് എർത്ത് ക്വേക്ക് അവിടെ ഉണ്ടായി. സോ ആ ഒരു എർത്ത് ക്വേക്കിന്റെ ഇടയിൽ കൂടെ നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്ത ഒരു ലേക്ക് ആണ് ചന്ദൂബി ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചന്ദൂബി ലേക്ക് വാസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് എ മാസീവ് എർത്ത് ക്വേക്ക് ഇൻ ദ ഇയർ 1897. സോ ഇതൊരു GK ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കുക. ഇൻ 1897 അവിടെ ഒരു മാസീവ് എർത്ത് ക്വേക്ക് ഉണ്ടായി. സോ ആ ഒരു സമയത്ത് നാച്ചുറൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലേക്ക് ആണ് ചന്ദൂബി ലേക്ക്. സോ അതുകൊണ്ട് അതിന്റെ ആ ഒരു സൈഡിലായിട്ട്, അല്ലെങ്കിൽ അതിന്റെ നിയർ ബൈ പ്ലേസിലാണ് ഈ ഒരു ചന്ദൂബി ഫെസ്റ്റിവൽ എല്ലാ ഇയറിലും ആസാമിൽ നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ജാനുവരി മന്തിലെ ഫസ്റ്റ് വീക്കിൽ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ആൻഡ് ആ ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള GK ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, സോ ഇനി ബാക്കി വീക്സിൽ നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യും. അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഉടനെ. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും CUT പ്രിപ്പറേഷനിലാണ്. നമുക്കിനി അധികം ദിവസമില്ല. സോ എല്ലാവരും ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുക. നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, കറണ്ട് അഫയേഴ്സും ആസ് വെൽ ആസ് ജനറൽ നോളജും നമ്മൾ പഠിക്കണം. കാരണം ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് എല്ലാവർക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗോ അഹെഡ് വിത്ത് യുവർ പ്രിപ്പറേഷൻസ്. താങ്ക് യു.